നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് നമ്മൾ നല്ല ഹെൽത്തി ആണെന്നാണ് അല്ലേ. വെളിയിൽ സിംറ്റംസ് ഒന്നും കാണാതിരിക്കുമ്പം നമ്മൾ പൊതുവെ ഇപ്പം ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. സിംറ്റംസ് വെളിയിലോട്ടില്ല എന്ന് കരുതി പൂർണ്ണമായിട്ടും നമ്മൾ ഹെൽത്തി ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ചില അസുഖങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി പോലത്തുള്ള അസുഖങ്ങൾ വെളിയിലോട്ട് സിംറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സമയമെടുക്കും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് നമുക്കത് ഉണ്ടാകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത ചെറുതായിട്ടാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ കാര്യം മാത്രമല്ല, അങ്ങനെ വേറെ പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ചാണ് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് സിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ. അതിൻ്റെ സിംറ്റംസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് വെളിയിലോട്ട് പ്രകടമായത് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അത് എന്തൊക്കെയാണ് പ്രകടമായതെന്ന് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അത് തീർച്ചയായിട്ടും എനിക്കും വ്യൂവേഴ്സിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലിവറാണ് അല്ലേ, കരളാണ്. അപ്പോൾ അത് ഡൈജഷനുമായിട്ട് ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വയറിനകത്ത് ഒരു കമ്പനം, ബ്ലോട്ടിങ് പോലത്തെ ഫീലിങ്, വയറ്റ് വേദന കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ആവാം. പിന്നെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകാം. കാരണം എന്താ, ദഹനം കറക്റ്റ് ആകുന്നില്ല. ഓക്കെ, ഫാറ്റിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആകുന്നില്ല, അതുപോലത്തെ ലക്ഷണങ്ങൾ കാണാം. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കി അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, സിംറ്റമായിട്ട് നമുക്ക് പ്രകടമാവുന്നത് വേറെ സ്കിന്നിലൊക്കെ കളർ ചേഞ്ച്, കണ്ണിൽ വരുന്ന കളർ ചേഞ്ചിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മോഷനിൽ യൂറിന് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറ്, മോഷൻ പോകുമ്പം കുറച്ചുകൂടെ പെയിലായിട്ടുള്ള, വെളുത്തിട്ടുള്ള അല്ലെങ്കിൽ കളറ് കുറഞ്ഞിട്ടുള്ള അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാവുന്നതാണ്. നമ്മൾ വെറുതെ ഒരു LFT KFT ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്കതറിയാൻ പറ്റും. എസ്പെഷ്യലി ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ വെറുതെ ഒരു ഓവറോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മളൊരു LFT KFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ നോക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ലിവറിൻ്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിവറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ പറ്റും. ഓക്കെ, അഥവാ അതിനകത്ത് വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ലിവറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കാം. അപ്പോൾ വെളിയിൽ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്? പ്രധാനമായിട്ട് സ്കിന്നിൽ നമുക്ക് ജോണ്ടിസ് ആയിട്ട് വരാം. ഓക്കെ, അത് സിംറ്റമാറ്റിക് പ്രസൻറ്റേഷനായിട്ട് കൂടുതലായിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എയും പെട്ടെന്ന് അക്യൂട്ടായിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അത് ഭക്ഷണത്തിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, വെള്ളത്തിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. ഇനി ബിയും സിയും അങ്ങനെയല്ല, അത് ക്രോണിക്കായിട്ട് കിട്ടുന്നതാണ്, ബ്ലഡിലൂടെയാണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സിറിഞ്ചിൽ കൂടെയാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെയാണ്, അമ്മയിൽ നിന്ന് കുട്ടിയിൽ കിട്ടുന്നതാണ് എപ്പോഴും ബർത്തിൻ്റെ സമയത്ത്. സോ അങ്ങനെയൊക്കെ കിട്ടാവുന്നതാണ്. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പ്രശ്നക്കാരനാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അറിയാനായിട്ട്, അതായത് ആദ്യമൊന്നും അറിയാൻ പറ്റത്തില്ല, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, സ്കാൻ എടുത്താൽ മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ALT, AST, അതായത് SGOT, SGPT, ബാക്കിയുള്ള ലിവർ എൻസൈംസ്, പ്രോത്രോംബിൻ, PTINR, ആൽബുമിൻ, അതിലൊക്കെ വ്യത്യാസം, അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ക്ലോട്ടിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ, അതുപോലെ കൊളസ്ട്രോൾ ഫാക്ടേഴ്സ്, അതിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ലിവറിൻ്റെ പൊതുവെയുള്ള ഫങ്ഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല നമുക്കറിയാൻ പറ്റും. ഇനി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ HbS AG നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് HbE-AG, അതുപോലെ തന്നെ HbC-AG. ഓക്കെ, ഇത് സർഫസ് ആൻറ്റിജൻ ഉണ്ട്, കോർ ആൻറ്റിജൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്നത് സർഫസ് ആൻറ്റിജനും കോർ ആൻറ്റിജനുമാണ്. അതിൻ്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ അത് വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ലിവറിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും നമുക്ക് വ്യത്യാസമൊന്നും അറിയാൻ പറ്റത്തില്ല. അത് ഫൈനൽ സ്റ്റേജിലൊക്കെ ചെന്നിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇടയ്ക്കൊരു സ്കാൻ എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് എടുക്കുക, അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് ആദ്യം തന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും എടുത്ത് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. സോ തീർച്ചയായിട്ടും പറ്റും പോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഏതൊരു അവയർനെസ് എന്നുള്ള രീതിക്ക് ചെയ്തതാണ്. സോ ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഇൻഫോംഡ്. താങ്ക് യു.